ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ ഹീനമായ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ ടി.ജി. മോഹൻദാസിനെതിരെ വ്യാപക പരാതി ഉയർന്നിട്ടും കേസെടുത്ത് നടപടികളുമായി മുന്നോട്ടു പോകാൻ തയ്യാറാകാതെ പോലീസ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ നിലപാടിനെതിരെ പ്രതിഷേധം വ്യാപിക്കുകയാണ്. മോഹൻദാസിന്റെ പ്രസ്താവനയെ RSSന് പോലും തള്ളിപ്പറയേണ്ടി വന്നിട്ടും അന്വേഷണത്തിൽ മാത്രമായി നടപടി ഒതുക്കി എന്നാണ് ഉയരുന്ന ആക്ഷേപം. ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുക്കാൻ UDF സർക്കാർ വിമുഖത കാട്ടുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ന്യൂസ് ആംഗിൾ ഇന്ന് പരിശോധിക്കുന്നത്. അനിൽ ജോർജ് നമുക്കൊപ്പം ചേരുന്നുമുണ്ട്. അനിൽ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ വളരെ ഹീനമായ പരാമർശങ്ങളാണ് ടി.ജി. മോഹൻദാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന കാര്യത്തിൽ RSSന് പോലും എതിർപ്പില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിൽ പരാതി ഉണ്ടായിട്ട് കൂടി തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സാങ്കേതികമായ ചില കാരണങ്ങളൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിയാനാണോ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ശ്രമം? ഹർഷൻ, ഗുഡ് മോർണിംഗ്. ടി.ജി. മോഹൻദാസിൻ്റെ വിവാദ പരാമർശങ്ങൾ അത് വളരെ ഞെട്ടലോടുകൂടിയാണ് പൊതുസമൂഹം കണ്ടത്. പൊതുസമൂഹം അപ്പാടെ ആ പരാമർശങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തു. വലിയ തോതിൽ പ്രതിഷേധം ഇതിനെതിരെ രൂപപ്പെടുകയും ചെയ്തു. നിരവധി പരാതികൾ സംസ്ഥാനത്ത് ഉടനീളം നിരവധി പരാതികൾ ഇത്തരത്തിൽ ടി.ജി. മോഹൻദാസിനെതിരെ പോലീസ് സ്റ്റേഷനിൽ തന്നെ നൽകിയിട്ടുമുണ്ട്. വിവിധ സംഘടനകൾ നൽകിയിട്ടുണ്ട്. ആദ്യം CPIയുടെ യുവജന സംഘടനാ നേതാവ് തന്നെയായിരുന്നു ആദ്യം ഇത്തരത്തിലൊരു പരാതിയുമായി പോലീസിനെ സമീപിക്കുകയും ചെയ്തത്. തുടർന്ന് സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഈ ടി.ജി. മോഹൻദാസിനെതിരെ പരാതി ഉയരുകയും ചെയ്തു. ടി.ജി. മോഹൻദാസിനെതിരെ വിവിധ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു. മോഹൻദാസിൻ്റെ വീട്ടിലേക്ക് വിവിധ സംഘടനകൾ മാർച്ച് നടത്തുകയും ചെയ്തു. പ്രതിഷേധവും ഇപ്പോഴും ശക്തമാണ്. ഇന്നും വിവിധ സംഘടനകൾ ഇത്തരം പ്രതിഷേധവുമായി രംഗത്ത് ഉണ്ട്. പക്ഷേ കേരള പോലീസിന് മാത്രം നേരം വെളുത്തിട്ടില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. വളരെ മടിച്ചു ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു എന്നതിൽ മാത്രം നടപടി ഒതുങ്ങിയിരിക്കുന്നു. RSS പോലും RSSന്റെ സൈദ്ധാന്തികൻ എന്നൊക്കെ പല രീതിയിൽ പൊതു ഇടങ്ങളിൽ ഒക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്ന ആളായിരുന്നു ടി.ജി. മോഹൻദാസ്. പക്ഷേ RSSന് പോലും ഈ പരാമർശങ്ങളുടെ പേരിൽ, ഇത്തരം ഹീനമായ നിലപാടുകളുടെ പേരിൽ ടി.ജി. മോഹൻദാസിനെ തള്ളിപ്പറയേണ്ടി വന്ന സാഹചര്യത്തിൽ പോലും കേവലം ഒരു അന്വേഷണം മാത്രമാണ് നടത്തുന്നത് എന്നതാണ് ഏറെ വിചിത്രമായ കാര്യം. സാങ്കേതികമായ കാര്യങ്ങളിൽ തൂങ്ങിപ്പിടിച്ചുകൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം ആഭ്യന്തരമന്ത്രി നൽകി. ഇതിനെ തുടർന്ന് അന്വേഷണം നടക്കുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ഇത്തരം ഹീനമായ പരാമർശം, സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ വളരെ ഹീനമായ രീതിയിലാണ്. ഒപ്പം തന്നെ അവിടെ സമരത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊള്ളണമെന്ന രീതിയിലുള്ള പരാമർശം അത് പോലും മറ്റൊരു ഭാഗത്തു നിന്നും ഉയർന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ഇപ്പോഴും സാങ്കേതികതയിൽ മാത്രം തൂങ്ങിപ്പിടിച്ചുകൊണ്ട് കേസെടുക്കാതെ അന്വേഷണം മാത്രമായിട്ട് മുമ്പോട്ട് പോകുന്നതിൽ കടുത്ത അസംതൃപ്തി പുകയുന്നുണ്ട്. എന്തുകൊണ്ട് UDF സർക്കാർ ഈ രീതിയിൽ പെരുമാറുന്നു എന്നതാണ് ഉയരുകയും ചെയ്യുന്ന ഏറ്റവും വലിയ സംശയം. അതുതന്നെയാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഹർഷൻ. റൈറ്റ്. അനിൽ ജോർജാണ് വിവരങ്ങൾ നൽകിയത്, ഈ വിശകലനത്തിൽ പങ്കെടുത്തത്.